ഹായ്, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് 4 മണിക്കൊക്കെ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെളിച്ചെണ്ണ പലഹാരമാണ്. ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. ആദ്യം ഞാനൊരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഒരു ഉരുളക്കിഴങ്ങ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഒരു ക്യാരറ്റുമാണ് എടുത്തിരിക്കുന്നത്. രണ്ടും തൊലി കളഞ്ഞാലായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഉരുളക്കിഴങ്ങ് ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കുക. അരിഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ചെറുതായിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ നൈഫ് കൊണ്ട് ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് ചെറുതാക്കുക. ഇതുപോലെ ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ക്യാരറ്റും ഇതുപോലെ അരിഞ്ഞെടുക്കുക. ക്യാരറ്റ് അരിഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് തന്നെ ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുത്ത പോലെ തന്നെ ചെറുതായിട്ട് കുഞ്ഞായിട്ട് തന്നെ അതും അരിഞ്ഞെടുക്കുക. അതിനുശേഷം രണ്ടും ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇത് രണ്ടും ഒന്ന് വേറെ പാത്രം ഇട്ട് കഴുകിയെടുക്കണം. കഴുകുക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആ പശുപ്പൊക്കെ ഉരുളക്കിഴങ്ങിനെല്ലാം പോകാൻ വേണ്ടിയാണെന്ന് വെള്ളത്തിലിട്ട് നല്ലതായിട്ടൊന്ന് കഴുകി പിഴിഞ്ഞെടുക്കുക. ആവശ്യമുള്ള വെള്ളം ചേർത്ത് നല്ലതായിട്ടൊന്ന് ഒന്ന് പിഴിഞ്ഞെടുക്കുക. ഇതുപോലെ വെള്ളം മൊത്തത്തിലും കളയുക. ഇതുപോലെ നല്ലതായിട്ടങ്ങ് പിഴിഞ്ഞെടുക്കുക. ഇതുപോലെ കഴുകിയെടുത്തതിന് ശേഷം അത് വീണ്ടും ആ ഒരു വേറെ പാത്രത്തിലോട്ട് തന്നെ ഇട്ടിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയല്ല, മല്ലി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താണ് മിക്സിക്കകത്തിട്ട്. ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്ത്, പെരിഞ്ജീരക പൊടിയല്ല ക്രഷ് ചെയ്തെടുത്താണ്. പിന്നെ കറിവേപ്പിലയുടെ സ്ഥാനത്ത് മല്ലിയിലയും ചേർക്കാവുന്നതാണ്. മല്ലിയില ചേർക്കുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് കിട്ടുന്നതാണ്. അതിലേക്ക് ഞാൻ ഒരു 6 ടേബിൾ സ്പൂണ് മൈദ, നമ്മൾ അരിപ്പയിൽ അരിച്ചെടുത്ത മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ്, ഒരു പച്ചമുളക്, ചെറിയൊരു പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഒരാവശ്യമുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് നമ്മളിപ്പം ചേർക്കുന്നുള്ളൂ. ഇളക്കി കഴിഞ്ഞതിന് ശേഷം മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ അവിടെ ഉപ്പ് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിന് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒത്തിരി ലൂസായി പോകാത്ത പോലെ കുഴച്ചെടുക്കുക. ഇത് ഉരുള ഉരുട്ടി നമുക്കത് വെളിച്ചെണ്ണയ്ക്കകത്ത് ഇടേണ്ടിയാണ്. ഒത്തിരി ഈ ഒരു പരുത്തി കണ്ടോ, ഈ ഒരു പരുത്തി തന്നെ എടുക്കത്ത പോലെ ഇടുക, ഉരുട്ടിയെടുക്കുക. അതിലേക്ക് ഒരു മുട്ട ചേർക്കുന്നുണ്ട്. ഒരു മുട്ടയും കൂട്ടിയിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതുപോലെ നല്ലതായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രം വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഓയിൽ ചൂടാക്കാനായിട്ട് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് സ്വല്പം കയ്യിൽ ഇച്ചിരി വെള്ളമയം കൂടെ തൂത്തിട്ട് വേണം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മളെ മൈദ ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇച്ചിരി വെള്ളമയം കൂടെ ഒന്ന് തൊട്ടിട്ട് ചെറിയതായിട്ട് ഇത് ഉരുളായിട്ടും അല്ല ഉരുട്ടേണ്ടത്, ജസ്റ്റ് ഇതുപോലെ ഞായിട്ടൊക്കെ തന്നില്ല, ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് കൊടുത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഒത്തിരി കട്ടിയായിട്ട് ഇട്ട് കൊടുക്കണ്ട, ഒരു മീഡിയം ഇതായിട്ട് ഇട്ട് കൊടുക്കുക. ഈ ഒരു പരുവത്തിട്ട് കൊടുക്കുക. അപ്പം ഈ ഒരു ലെവലാകുമ്പോഴത്തേനും നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ 4 മണിക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൊണ്ടുള്ളൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി തന്നെയുള്ളൊരു ഐറ്റം തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നമുക്കിത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും മൈദ എല്ലാം എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളൊരു സാധനമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പം വീഡിയോ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.